വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ച് ജർമ്മനിയിൽ കോസ്ഫെൽഡിന് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ 1774 സെപ്റ്റംബർ 8 ജനിച്ചു. സ്വന്തം ഭാഷയായ ജർമ്മനിൽ അവളുടെ പേര് അന്ന കാതറീന എമറിക് എന്നാണ്. അവൾ ജനിച്ച ഗ്രാമം മുൺസ്റ്റർ മെത്രാസനത്തിന്റെ അതിർത്തിയിൽപ്പെട്ടതായിരുന്നു. കോഫെൽഡിലെ സെയിന്റ് ജെയിംസ് ദേവാലയത്തിലാണ് അവൾക്ക് മാമോദീസ നൽകപ്പെട്ടത്. അവളുടെ പിതാവിന്റെ പേര് ബെർണാഡ് എമറിക് എന്നും മാതാവിന്റെ പേര് ആൻഹിലർ എന്നുമായിരുന്നു. അവർ പാവപ്പെട്ട കർഷകരായിരുന്നെങ്കിലും ഭക്തിയിലും സുകൃതത്തിലും സമ്പന്നരായിരുന്നു. ആൻ കാതറിന്റെ ബാല്യകാലത്ത് തന്നെ അവളുടെ വിശുദ്ധിയുടെ മുള പൊട്ടിയിരുന്നു. അവളുടെ കാവൽ മാലാഖ ഇക്കാലത്ത് അവൾക്ക് പതിവായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവൾ വയലിൽ ആടുകളെ മേയ്ക്കുമ്പോൾ നല്ല ഇടയനായ ഈശോ ഒരു ഇടയബാലന്റെ രൂപത്തിൽ വന്ന് അവളെ സഹായിച്ചിരുന്നു. ബാല്യകാലം മുതൽ തന്നെ അവൾക്ക് എല്ലാ തരത്തിലുമുള്ള ദർശനങ്ങളും ലഭിച്ചിരുന്നു. ഇവയിലൂടെ അവൾക്ക് ദൈവിക ജ്ഞാനവും ലഭ്യമായി. ദൈവമാതാവും സ്വർഗരാജ്ഞിയുമായ പരിശുദ്ധ കന്യക അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ദിവ്യശിശുവിനെ അവൾക്ക് കൂട്ടായി നൽകുകയും താൻ അവളെ എപ്പോഴും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ പല വിശുദ്ധരും അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ തിരുനാൾ ദിവസങ്ങളിൽ അവൾ ഒരുക്കിയ പൂമാലകൾ സ്വീകരിച്ചിട്ടുമുണ്ട്. തൻ്റെ ഭൂമിയിലെ കൂട്ടുകാരുമായുള്ള അടുപ്പത്തേക്കാൾ വലിയ അടുപ്പമാണ് അവൾക്ക് നമ്മുടെ കർത്താവിനോടും പരിശുദ്ധ മാതാവിനോടും വിശുദ്ധരോടും ഉണ്ടായിരുന്നത്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തനിക്കുണ്ടായ ദർശനങ്ങളെപ്പറ്റി അവൾ നിഷ്കളങ്കമായ സത്യസന്ധതയോടും ലാളിത്യത്തോടും കൂടെ മറ്റുള്ളവരോട് പറയുക പതിവായിരുന്നു. കേൾവിക്കാർ പൊതുവെ അവളെ അഭിനന്ദിച്ചെങ്കിലും ചിലരുടെ ചോദ്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അവളെ വേദനിപ്പിച്ചതുകൊണ്ട് പിന്നീട് നിശബ്ദത പാലിക്കാൻ അവൾ തീരുമാനിച്ചു. മറ്റു കുട്ടികൾക്കും ഇങ്ങനെയുള്ള കാഴ്ചകൾ ഉണ്ടായിരിക്കുമെന്നാണ് നിഷ്കളങ്കയും വിനീതയുമായ അവൾ വിചാരിച്ചിരുന്നത്. ഏതാണ്ട് തൊട്ടിലായിരിക്കുമ്പോൾ മുതൽ അവൾക്ക് നന്മയും തിന്മയും തമ്മിൽ വിവേചിക്കാനുള്ള അസാധാരണമായ കൃപാവരം ലഭിച്ചിരുന്നു. വിശുദ്ധ കുർബാനയോടുള്ള അവളുടെ ഭക്തി അന്യാദൃശ്യമായിരുന്നു. രോഗികളെ ആശ്വസിപ്പിക്കുന്നതിലും അവരുടെ മുറിവുകളും വ്രണങ്ങളും കഴുകിക്കെട്ടുന്നതിലും അവൾ കുട്ടിക്കാലം മുതലേ താല്പര്യം കാട്ടിയിരുന്നു. സർവശക്തനായ ദൈവം പല വിശിഷ്ടദാനങ്ങളും അവൾക്ക് നൽകിയിരുന്നെങ്കിലും മറ്റ് കർഷക ബാലികമാരെ പോലെ കഠിനാധ്വാനം ചെയ്യുന്നതിന് അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആവശ്യമായതിലധികം അവൾ ഉറങ്ങുകയോ ഭക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. രാത്രിയിൽ ദീർഘനേരം പ്രാർത്ഥിക്കും. കുരിശാകൃതിയിൽ ചേർത്ത് വെച്ച പലകകളായിരുന്നു അവളുടെ ശയ്യ. തണുപ്പുകാലത്ത് നിലത്തു വീണ മഞ്ഞിൽ മുട്ടുകുത്തി നിന്ന് അവൾ പ്രാർത്ഥിച്ചിരുന്നു. പ്രായശ്ചിത്തത്തിന്റെ ചൈതന്യം നിറഞ്ഞ ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. മറ്റുള്ളവർ ഉപേക്ഷിച്ച ഭക്ഷണപാനീയങ്ങളാണ് അവൾ കഴിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഭാഗം പോലും പാവങ്ങൾക്കായി അവൾ നീക്കിവെച്ചിരുന്നു. ദൈവത്തെയോ ആത്മീയ കാര്യങ്ങളെയോ സ്പർശിക്കാത്ത സംഭാഷണങ്ങൾ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. വ്യർത്ഥമായ പ്രവൃത്തികൾ പാപകരമാണെന്നായിരുന്നു അവളുടെ വിശ്വാസം. മുന്തിരിയും ഫലവൃക്ഷങ്ങളും വെട്ടിയൊരുക്കിയാൽ കൂടുതൽ ഫലം തരുന്നതുപോലെ ഇന്ദ്രിയങ്ങളുടെ ആസക്തികളെ നിയന്ത്രിച്ചാൽ മാത്രമേ കൂടുതൽ ആത്മീയ ഫലങ്ങൾ ഉളവാകുകയുള്ളൂ എന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. ചെറുപ്പം മുതലേ ഒരു മഠത്തിൽ ചേർന്ന് സന്യാസ ജീവിതം നയിക്കാൻ ആൻ കാതറിൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പല തടസ്സങ്ങൾ നിമിത്തം 24-ാമത്തെ വയസ്സുവരെ അവളുടെ ആഗ്രഹം സാധ്യമായില്ല. തനിക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവച്ചിരുന്ന അവളുടെ ജീവിതത്തിൻ്റെ മുഖ്യ തടസ്സം ദാരിദ്ര്യം തന്നെയായിരുന്നു. 24-ാമത്തെ വയസ്സിൽ നമ്മുടെ കർത്താവിൽ നിന്ന് വലിയ ഒരനുഗ്രഹം, അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കാളിയാകാനുള്ള അനുഗ്രഹം അവൾക്ക് ലഭിച്ചു. 1798 മഠത്തിൽ പ്രവേശിക്കുന്നതിന് 4 വർഷം മുമ്പ് അവൾ കോസ്ഫെൽഡിലെ ഈശോ സഭക്കാരുടെ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ദിവ്യമണവാളൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ കൈകളിൽ 2 മുടികളുണ്ടായിരുന്നു, ഒരു പുഷ്പമുടിയും ഒരു മുൾമുടിയും. അതിലേതു മുടിയാണ് അവൾക്ക് വേണ്ടതെന്ന് ഈശോ ചോദിച്ചു. അവൾ മുൾമുടി തിരഞ്ഞെടുത്തു. തുടർന്ന് മുൾമുടി തലയിൽ തളച്ചിരിക്കുന്നത് പോലെയുള്ള അനുഭവവും വേദനയും അവൾക്ക് അനുഭവപ്പെട്ടു. അതോടെ അവളുടെ സഹനജീവിതം ആരംഭിച്ചുവെന്ന് പറയാം. പിൽക്കാലത്ത് മുള്ളുകൾ കൊണ്ടെന്ന പോലെ അവളുടെ നെറ്റിയിലും മുഖത്തും രക്തമൊഴുകുന്നത് കണ്ടവരുണ്ട്. സിയന്നായിലെ വിശുദ്ധ കാതറിനെ പോലെ മറ്റു ചില പുണ്യവതികൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. അവസാനം സന്യാസ ജീവിതം ആശ്ലേഷിക്കാനുള്ള അവളുടെ ആഗ്രഹം സഫലമായി. 1802 നവംബർ 13 ആൻ കാതറിൻ ഡൾമനിലെ അഗസ്റ്റീനിയൻ മഠത്തിൽ അർത്ഥനിയായി പ്രവേശിച്ചു. അവളുടെ കടുത്ത ദാരിദ്ര്യ നിമിത്തം വൈമനസ്യത്തോടെയാണ് അധികാരികൾ അവൾക്ക് പ്രവേശനം നൽകിയത്. നോവിഷ്യറ്റിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് എല്ലാ പരീക്ഷണങ്ങളിലും അവൾ വിജയിച്ചു.
ക്രിസ്തുവിൻ്റെ കുരിശിനോട് ഏറ്റവും അടുത്ത ഒരു കുരിശുണ്ട്. സഹനങ്ങളുണ്ട്. തങ്ങൾ ചെയ്യാത്ത തെറ്റിനു വേണ്ടി ശിക്ഷിക്കപ്പെടുക, ആരോപണങ്ങൾക്ക് വിധേയരാവുക. ഈ കുരിശ് അനുഭവിക്കേണ്ടി വന്ന പല വിശുദ്ധരിൽ ഒരാളാണ് ആൻ കാതറിൻ. തൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി ദൈവകരങ്ങളിലുള്ള ഉപകരണങ്ങളാണ് തൻ്റെ കൂട്ടുകാരെന്ന് അവൾ ഗ്രഹിച്ചു. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം അവളുടെ ജീവിതം കൂടുതൽ സഹനപൂർണമായി തീർന്നു. ഈശോ തൻ്റെ പഞ്ചക്ഷതങ്ങൾ അവളിൽ പതിപ്പിച്ചു. അവയിൽ നിന്നുള്ള രക്തസ്രാവവും മറ്റു യാതനകളും അവൾ ക്ഷമാപൂർവം സഹിച്ചു. മറ്റുള്ളവരുടെ സഹനങ്ങളും അവൾ ഏറ്റെടുത്തു. വിശുദ്ധ കുർബാനയോട് അവൾക്ക് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ അവൾ ആഗ്രഹിച്ചിരുന്നതുപോലെ തൻ്റെ സ്വർഗീയ മണവാളന്റെ പീഡാനുഭവത്തിൽ പങ്കുചേരാനുള്ള അവസരം അവൾക്ക് ലഭിച്ചു. 1824 ഫെബ്രുവരി 9 അവൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 2004 ഒക്ടോബർ 3 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 9 വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ്റെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്നത്. ആൻ കാതറിൻ ഉടനെ വിശുദ്ധയായി നാമകരണം ചെയ്യപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കുകയും ചെയ്യാം.